ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു വലിയ വീടോ ആഡംബര വീടോ അല്ല. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഞങ്ങളുടെ വീട്. ഏകദേശം 34-35 വർഷങ്ങളോളം പഴക്കമുണ്ട് കേട്ടോ ഈ വീടിന്. ഈ വീടിന് പ്രായം കൂടിയിട്ടുണ്ടാവും, പക്ഷെ ഒരിക്കലും ഞങ്ങളുടെ ഓർമ്മകൾക്ക്, ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ഞങ്ങളുടെ ഓർമ്മകൾക്ക് ഒരിക്കലും പ്രായമാവില്ല കേട്ടോ. ഒരുപാട് വിഷമങ്ങളും ചിരികളും കണ്ണീരും എല്ലാം കണ്ടു നിന്നൊരു വീടാണ് ഇട്ടത്. ഈ വീട് പണിതതിൻ്റെ അച്ഛനാണ്. ഒരുപാട് കഷ്ടപ്പെട്ടു അധ്വാനിച്ചും കുടുംബത്തിന് വേണ്ടി ഒരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ മനുഷ്യൻ. ആളിന്ന് നമ്മുടെ കൂടെ ഇല്ല കേട്ടാ. ഈ വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കാൻ എൻ്റെ അച്ഛന് കഴിഞ്ഞിട്ടില്ല കേട്ടാ. അച്ഛൻ ഞങ്ങളെ വിട്ടു പോയിട്ട് 26 വർഷമായി. ഞാനിന്നും ആലോചിക്കും അച്ഛൻ ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. പല സാഹചര്യത്തിലും നമ്മളത് ആഗ്രഹിച്ചു പോവാറുണ്ട് കേട്ടോ. ഇന്ന് ഈ ചുവരുകൾക്ക് കുറച്ച് പഴക്കമൊക്കെ തോന്നാം, പക്ഷെ ചില ഭാഗങ്ങൾ ഇനിയും പുതുക്കാനുണ്ട്, ചില പണികൾ ഇനിയും ബാക്കി കിടക്കുന്നുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ പഴക്കം എനിക്കിഷ്ടമാണ്, കാരണം ഈ പഴക്കത്തിനൊപ്പം എൻ്റെ ബാല്യവും വളർന്നതാണ്. ഒരു കാലത്ത് ഈ വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഒരു യഥാർത്ഥ കൂട്ടുകുടുംബം. വലിയവരും ചെറിയവരും, കുട്ടികളുടെ കളികളും മുതിർന്നവരുടെ സംസാരങ്ങളും, അങ്ങനെ ഒരു ആഘോഷമായിരുന്നു കേട്ടോ ഈ വീട്. അന്ന് ഈ വീട് എന്നും ഉണർന്നിരിക്കുമായിരുന്നു. കാലം എല്ലാവരെയും ഓരോ വഴിക്ക് കൊണ്ടുപോയിട്ടാ. ഇത് ഞങ്ങൾ ആഗ്രഹിച്ച് ചെയ്യിപ്പിച്ചൊരു ഫോട്ടോ ആണ് കേട്ടോ. ഇന്നേ വരെ ഞാനും അച്ഛനും ചേച്ചിയും അമ്മയും കൂടെ ഉള്ളൊരു ഫോട്ടോ ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെറുപ്പത്തിലത്തെ 2 ഫോട്ടോസും അച്ഛൻ്റെ അമ്മയുടെ സെപ്പറേറ്റ് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ എഡിറ്റ് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. കാണാനൊരിഷ്ടത്തിന്, ഒരാഗ്രഹത്തിന്. അത്രയും ഞങ്ങൾ അച്ഛൻ്റെ കൂടെയുള്ള ഓരോ നിമിഷങ്ങളും കൊതിച്ചിട്ടുണ്ട് കേട്ടോ. അതെന്നും കൊതിക്കുന്നുണ്ട് കേട്ടോ. പല സാഹചര്യങ്ങളും കാണുമ്പോൾ അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പലരും ചോദിക്കും ഈ വീട് പൊളിച്ച് പുതിയ വീട് പണിയണില്ലേന്ന്. ഒരു ദിവസം ചിലപ്പോൾ പണിയുമായിരിക്കും, പുതുക്കുമായിരിക്കും. പക്ഷേ ഈ വീട്ടിലെ ഓർമ്മകൾ, ഈ ചുവരുകളിൽ പതിഞ്ഞ എൻ്റെ അച്ഛൻ്റെ അധ്വാനം, ഈ മണ്ണിൽ നിറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ ജീവിതം, അതൊന്നും ഒരിക്കലും മാറ്റാൻ കഴിയില്ലല്ലോ. ഇന്ന് വരെ ഇത് മറ്റൊരാൾക്ക് കൊടുക്കുക, പൊളിച്ച് കളയുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് സഹിക്കാവുന്ന ഒരു കാര്യമല്ല. ഞങ്ങൾക്കത് ചെയ്യാൻ ഒരിക്കലും മനസ്സ് വന്നിട്ടില്ല. പലർക്കും ഇതൊരു നിസ്സാര കാര്യമായിരിക്കാം, വീട് പൊളിക്കുക, വേറെ പണിതൂടെ എന്നുള്ളത്. പക്ഷെ ഞങ്ങൾ മക്കൾക്ക് ഇത് അച്ഛൻ്റെ വേർപ്പ് അധ്വാനമാണ്. അതൊരിക്കലും ഞങ്ങൾക്കത് നശിപ്പിക്കാനായിട്ടൊരു താല്പര്യം ഉണ്ടാവില്ലല്ലോ. ഈ മുറിയായിരുന്നു കേട്ടോ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും മുറി. ഇവിടെ ഞങ്ങൾ വളർന്നു. ഈ കുടുംബത്തിൽ ഒരുപാട് അംഗങ്ങളുണ്ടായിരുന്നു, 6 അമ്മായിമാർ, അങ്ങനെയൊക്കെ. അവരൊക്കെ ഓരോരുത്തരും ജീവിതം തുടങ്ങിയ മുറിയാണ് ഇട്ടത്. ഇതൊക്കെ ഒരു ഓർമ്മകളാണ്. ഇതൊന്നും ഇപ്പോൾ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല, ഓരോരുത്തർക്കും അറിയാം ഈ റൂമിൽ എത്ര ആൾക്കാർ ഇതിൽ ജീവിച്ചിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു റൂം, ഇത് മറ്റേ റൂം കിട്ടാം. അങ്ങനെ 2 റൂമാണ് ഇപ്പോൾ ഇവിടെ പണി കഴിഞ്ഞിട്ടുള്ളത്, തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ ഹാള് കാണിക്കുന്നതിൻ്റെ ഇടയിൽ 2 റൂം അവിടെ അടച്ചിട്ടിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ ഒന്നും തേപ്പ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അത് ഞങ്ങളങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ. ഇതാണ് ഈ വീടിൻ്റെ അടുക്കള കേട്ടോ. ഈ അടുക്കളയിൽ എത്രയോ ആൾക്കാർ ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കിയിട്ടും കഴിച്ചിട്ടുമുണ്ട്. തലമുറകളായിട്ട് ജീവിച്ചൊരു വീടാണ് ഇട്ടത്. കണ്ട, ഇനി ഒരുപാട് പണികൾ ഇവിടെ കഴിയാൻ കിടക്കുന്നുണ്ട്. കുറച്ച് ഭാഗങ്ങൾ മാത്രമേ തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. അത്യാവശ്യം ഒരു സ്പേസ് ഉണ്ട് കേട്ടോ നമ്മുടെ ഈ വീടിന്. കംപ്ലീറ്റ് പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു വീടാണ് ഇട്ടത്. പക്ഷെ അതിനുള്ളൊരു ആയുസ് അച്ഛന് ദൈവം കൊടുത്തില്ല കേട്ടോ. ഇത്രയെങ്കിലും അച്ഛനായിട്ട് ചെയ്ത കാരണം കൊണ്ട് ഇന്ന് നമുക്കൊരു വീട് ഉണ്ടായി. ഈ വീടിൻ്റെ ഓരോ കോണിലും അച്ഛൻ്റെ പ്രസൻസ് ഉണ്ട് കേട്ടോ. അത് ഞങ്ങൾക്ക് ഇന്നും അനുഭവിച്ചറിയാറുണ്ട് ഞങ്ങളത്. അതൊരാളോട് പറയുമ്പോൾ ചിലപ്പോൾ തമാശയായിരിക്കാം, പക്ഷെ പല സാഹചര്യങ്ങളിലും ഞങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. അച്ഛൻ ഈ വീട്ടിൽ തന്നെ ഉണ്ട് ഞങ്ങളോടൊപ്പം. ഇന്ന് എൻ്റെ മക്കൾ ഈ വീടിൻ്റെ മുറ്റത്ത് ഓടിക്കളിക്കുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലം ഓർക്കുകയാണ് കേട്ടോ. ഒരിക്കൽ ഞാൻ ഓടിയ മുറ്റം ഇന്ന് എൻ്റെ മക്കളുടെ ചിരി കൊണ്ട് വീണ്ടും നിറയുകയാണ്. ഒരു 5 വർഷത്തോളം എൻ്റെ വീടുമായിട്ടൊരു കണക്ഷനും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരിക്കലും ഇവിടേക്ക് തിരിച്ചു വരാൻ പറ്റുമെന്ന് ഞാനും പ്രതീക്ഷിച്ചതല്ല കേട്ടോ. ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ ഒരു ലവ് മാരേജ് ആയിരുന്നു എന്നൊക്കെ. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ തിരിച്ചിവിടെ എത്തി. സുബേട്ടൻ്റെ വീട്ടിലാണെങ്കിൽ അമ്മയും അച്ഛനും ഗൾഫിലാണ്, നാട്ടിലില്ല. പിന്നെ സുബേട്ടനാണെങ്കിൽ നാട്ടിലില്ല. അപ്പം അമ്മ ഇവിടെ ഒറ്റയ്ക്കായ കാരണം കൊണ്ട് ഞാൻ അമ്മയുടെ കൂടെ നിൽക്കുന്നു എന്ന് മാത്രം. ചേച്ചിക്ക് പിന്നെ എപ്പോഴും വരാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ കൊണ്ട് ഞാനിന്ന് ഇവിടേക്ക് വരേണ്ടി വന്നു. അതാ പറയണത്, നമ്മുടെ ഓരോ യോഗങ്ങൾ കണ്ടില്ലേ. ഇതാണ് കേട്ടോ എൻ്റെ അച്ഛൻ.